കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി അടങ്ങിയ സമിതിയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ആ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ വൈകുന്നേരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എം ശിവശങ്കറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അഖിലേന്ത്യാ സർവീസിലെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമുണ്ടായി എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയത്. വകുപ്പ് തല അന്വേഷണം തുടരും. ഈ ഓൾ ഇന്ത്യ സർവീസിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ വന്നത്. അതിലൂടെ അങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് ഇന്ന്. എം ശിവശങ്കറിൻ്റെ സസ്പെൻഷനാണ് ഒന്ന്. നമ്മളത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ കേട്ടു. UAEയുടെ ഡിപ്ലോമാറ്റ് ഉദ്യോഗസ്ഥൻ കേരളം വിട്ടു എന്നതാണ് രണ്ടാമത്തേത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറെ സസ്പെൻഡ് ചെയ്തത്. സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതിനാലാണ് നടപടി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടു. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന പ്രതിപക്ഷ ആവശ്യം ശക്തിപ്പെടുകയാണോ ഇതിലൂടെ ചെയ്യുക, അല്ലെങ്കിൽ ഇതോടെ ആ മുനയൊടിയുകയാണോ ഉണ്ടാവുക? ഇക്കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം. അറ്റാഷയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ തടയുക, അദ്ദേഹം കേരളത്തിൽ നിന്ന് പോകുന്നത് തടയുക സാധ്യമല്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിന് ആ പരിരക്ഷ ഉള്ളതാണ്. എങ്കിലും അറ്റാഷയെ കേരളം വിട്ടത് കേസിൻ്റെ അന്വേഷണത്തിന് ക്ഷീണമുണ്ടാക്കുമോ എന്ന ചോദ്യം സ്വാഭാവികമായും അന്തരീക്ഷത്തിലുണ്ട്. ആ ചോദ്യങ്ങളും ഇന്ന് ഉണ്ട്. സ്വാഗതം. DYFI നേതാവ് ശ്രീ SK സജീഷ് കോഴിക്കോട്ട് നിന്ന്, ശ്രീമതി OM ശാലീന BJP നേതാവ് കൊച്ചിയിൽ നിന്ന്, രണ്ടുപേരും ചർച്ചയിലുണ്ട് തത്സമയം. ശ്രീ സജീഷ്, ഇവിടെ പ്രമാദമായൊരു കള്ളക്കടത്ത് കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ഒരാൾ സസ്പെൻഷനിലാകുന്നു. സ്വാഭാവികമായിട്ടും ഇതിലൂടെ സർക്കാരും മുഖ്യമന്ത്രിയും ഒരു സുരക്ഷിതമായ അകലത്തിലേക്ക് എത്തുകയല്ലല്ലോ ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെയുള്ള ആക്ഷേപത്തിന് ശക്തി കൂടുകയല്ലേ ചെയ്യുക? അല്ല, ശിവശങ്കർ IAS മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിനെതിരായി ഒരു ആക്ഷേപം ഉയർന്നു വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്തും മാറ്റി. ശിവശങ്കർ IAS ഇപ്പോൾ ഈ ഗവൺമെന്റ് കാലത്ത് 2 പദവികളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം നിരവധി പദവികൾ വഹിച്ച ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തന്നെ ഈ IT-യിലേക്ക് ആദ്യമായി വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്തല്ല. IT ഡയറക്റ്റായി അദ്ദേഹം ജോലി ചെയ്യുന്നത് 2004 കാലഘട്ടത്തിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം IT ഡയറക്റ്റായി വർക്ക് ചെയ്യുന്നത്. പിന്നീടും IT രംഗത്ത് അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് അദ്ദേഹം 4 പ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ട്. 4 പ്രധാന പദവികൾ, ഒന്ന് KSEB ചെയർമാനായിരുന്നു, ഊർജ്ജ സെക്രട്ടറി ആയിരുന്നു, അതുപോലെ തന്നെ ഗതാഗത സെക്രട്ടറി ആയിരുന്നു, സ്പോർട്സ് സെക്രട്ടറി ആയിരുന്നു. അത് ദേശീയ ഗെയിംസ് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നുകൂടി കാണേണ്ടതുണ്ട്. അദ്ദേഹത്തെ മാറ്റുന്ന സമയത്ത് പകരം വന്നിട്ടുള്ള IT സെക്രട്ടറിയായി വന്നിട്ടുള്ള Y സഫറുള്ള IAS ആണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി വന്നിട്ടുള്ള മീർ മുഹമ്മദ് അലി IAS ആണ്. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥനാണ്, അല്ലാതെ ഇതൊരു പൊളിറ്റിക്കൽ നിയമനമോ പൊളിറ്റിക്കൽ സ്റ്റാഫിനെ നിയമിക്കുന്ന പോലെയുള്ള ഒരു നിയമനമേ അല്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗമായി ഒരു ആക്ഷേപം ഉയർന്നു വന്ന സമയത്ത് തന്നെ 19 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തെ അപ്പുറത്തേക്കുള്ള നടപടി സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു ഗ്രൗണ്ട് ഉണ്ടാവണം. ആ ഗ്രൗണ്ട് ഉണ്ടാകണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം, സിവിൽ സർവീസിന്റെ ഈ ഡിസിപ്ലിനറി ചട്ടം അനുസരിച്ച് തന്നെ 2015 മോദി ഗവൺമെന്റ് അത് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ആ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ 48 മണിക്കൂറിൽ എന്തുകൊണ്ട് ഒരു സിവിൽ സർവീസ് ഓഫീസറെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു എന്ന് വ്യക്തമായി അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടാകണം. ആ ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറിയെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സിവിൽ സർവീസിന് പറ്റാത്ത നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരായി നടപടിയെടുത്തു. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ സജീഷ്. താങ്കളിലേക്ക് ആർജവത്തോടുകൂടിയുള്ള സർക്കാരിന്റെ ആർജവത്തോടെയുള്ള നടപടിയാണ് എന്നാണ് ശ്രീമതി ശാലീന. ശ്രീ SK സജീഷ് പറയുന്നത്. കൃത്യമായിട്ട് ഒരു
അന്വേഷണത്തിലേക്ക് പോകുന്നു, അന്വേഷണത്തിന് റിപ്പോർട്ട് കിട്ടുന്നു, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. കുഴപ്പം ചെയ്തത് ആരാണെങ്കിലും നടപടി കൃത്യമായിട്ടുണ്ടാകും എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പറയുന്നതിന് തെളിവാവുകയല്ലേ? ആ അർത്ഥത്തിൽ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടുന്നൊരു കാര്യമല്ലേ ഇത്? എന്നാ സനീഷ് അന്വേഷണത്തിലേക്ക് പോയത്? ഈ 2 ദിവസം മുമ്പല്ലേ? ഈ ഒരു വിഷയം ഉണ്ടായ അന്ന്, സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ച അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിച്ചതാണ് ഈ പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അന്ന് മുതൽ അന്വേഷണം പ്രഖ്യാപിക്കായിരുന്നു. ഈ ചീഫ് സെക്രട്ടറിക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അത് ചെയ്തില്ല. ഇപ്പം ഇന്ന് സജീഷ് ഇപ്പം IT സെക്രട്ടറി ആകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ജാതകവും എടുത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളുടെ ആളല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ഇടപെടുന്ന കാര്യങ്ങൾ എന്താണ്, ഇടപെടുന്ന ആളുകൾ എന്താണ്, എന്തൊക്കെ മേഖലകളിലാണ് അയാൾ പോകുന്നത്, ആരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നു, ഇതിനെക്കുറിച്ചൊന്നും തനിക്കറിയില്ലെന്ന് പറഞ്ഞ് കൈ കഴുകാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല. ഇന്നിപ്പം ഗത്യന്തരമില്ലാതെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ഞങ്ങളുടെ ആവശ്യം, പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം, അത് ശക്തമായിരിക്കുകയാണ്. ഞങ്ങൾ ഇത് ആദ്യത്തെ ദിവസം മുതൽ ഞങ്ങൾ പറയുന്ന ആ കാര്യത്തെ അടിയുറപ്പിക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമായില്ല. ഇനി അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ പരുങ്ങലിലാകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ രാജി ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. കാരണം ശരി, ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. ശ്രീ സജീഷ്, ആ പറയുന്നതിനെ തള്ളിക്കളയാനാവുന്നതാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ കഴിവുകേട് വെളിവാകുന്നൊരു സംഗതിയാണിത് എന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നാട്ടുകാർക്ക് തള്ളിക്കളയാനാവുക പൂർണ്ണമായിട്ടും? അതായത് ഇത്ര വലിയ കുഴപ്പത്തിലേക്ക് പോകുന്ന, കുഴപ്പങ്ങൾ ചെയ്യുന്ന, കുഴപ്പക്കാരായ ആളുകളുമായിട്ട് വളരെ വലിയ സൗഹൃദമുണ്ടാകുന്ന ഒരാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് സർവ്വപ്രതാപിയാക്കി വെച്ചിരുന്നു എന്നത് തെളിയിക്കപ്പെടുകയല്ലേ ഇന്നത്തോടു കൂടി സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, സ്പ്രിംഗ്ലർ വിവാദവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ മെറിറ്റ് എന്തോ ആകട്ടെ, ആ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും BJPയും ആവർത്തിച്ച് ഈ ഉദ്യോഗസ്ഥനെ ചൂണ്ടിക്കാട്ടി കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഇയാളുടെ കുഴപ്പം പിടിച്ച പരിപാടികളിലേക്ക് എത്തിയില്ല എന്ന് വന്നാൽ അവിടെ ഒരു കഴിവുകേടില്ലേ? മുഖ്യമന്ത്രി എന്ന ഭരണാധിപൻ എന്ന വ്യക്തിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന സംവിധാനത്തിനുമുള്ള കഴിവുകേട് തെളിയിക്കപ്പെടുകയല്ലേ ശ്രീ സജീഷ് ചെയ്തത്? അല്ല ശ്രീ സനീഷ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, OM ശാലീന പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇദ്ദേഹം ഒരു കേരള സർവീസിലുള്ള ഉദ്യോഗസ്ഥനല്ല. അദ്ദേഹത്തെ നിയമിച്ചത് കേന്ദ്ര സർക്കാരാണ്. രാഷ്ട്രപതിയാണ് അദ്ദേഹത്തിന്റെ നിയമന അധികാരി. അപ്പോൾ ഇവർ ഈ പറയുന്നത് പോലെ തന്നെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ, ഒരു IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിന് നിയതമായ നിയമമുണ്ട്. 1969 ഓൾ ഇന്ത്യ സർവീസ് റൂളിന്റെ അടിസ്ഥാനത്തിൽ അതിനകത്തുള്ള പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട ഭാഗം പരിശോധിച്ചാൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ആ പ്രശ്നം ഗൗരവകരമായി കുറ്റം ചെയ്തു എന്ന കാഴ്ചപ്പാട് ഗവൺമെന്റ് ഉണ്ടായാൽ മാത്രമേ ഒരു IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അല്ലാതെ സാധാരണഗതിയിൽ ചോദ്യം ചെയ്യുന്നോ അല്ലെങ്കിൽ പ്രതിയാണെങ്കിൽ പോലും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി കഴിയാത്ത സാഹചര്യമുണ്ട്. ഞാൻ ശ്രീ സജീഷ് ഈ സസ്പെൻഷനെ കുറിച്ചല്ല ചോദിച്ചത്. സസ്പെൻഷനിലൂടെ ഇതുവരെ ഓഫീസിനകത്ത് വെച്ചിരുന്നത് കുഴപ്പക്കാരനെയാണ് എന്ന് തെളിയിക്കപ്പെടുകയല്ലേ? ആ ഒരു കുഴപ്പക്കാരനെ നേരത്തെ തിരിച്ചറിയാറായിട്ടില്ല. അല്ല സനീഷ്, ഞാൻ താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല. താങ്കൾ പറയുന്ന ചോദ്യം ഞാൻ കേൾക്കുന്നില്ല ഈ ഉത്തരം പറയാതെ. അത്രേ ഉള്ളൂ. താങ്കൾ പറയുന്ന ചോദ്യം ഞാൻ കേൾക്കണമെങ്കിൽ എന്റെ ഉത്തരം പൂർത്തീകരിക്കണം. ശരി ശരി, എന്നിട്ട് പറയാൻ വേണ്ടി ഞാൻ കേൾക്കുന്നില്ല. അതായത് അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത്ര സമയത്തിന് ഉത്തരമാവുന്നില്ലല്ലോ. ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ആദ്യത്തെ ഗ്രൗണ്ടാണ് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഉത്തരത്തിലേക്കാണ് കടക്കുന്നത്. അതിൽ താങ്കൾ അനുവദിക്കാതിരുന്ന സമയത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ശാലീന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, അവരുടെ ഏജൻസി അന്വേഷിക്കുകയാണല്ലോ. 10 മണിക്കൂറോ മറ്റോ ചോദ്യം ചെയ്തല്ലോ കസ്റ്റംസും, അതുപോലെ തന്നെ ഇപ്പൊ NIA അന്വേഷണമുണ്ട്. അപ്പോ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് പ്രശ്നമെന്ന് അവർ കണ്ടെത്തിയിട്ട്, ഈ 10 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് കണ്ടെത്തിയിട്ട് നേരെ റിപ്പോർട്ട് അങ്ങ് കൊടുത്താൽ മണിക്കൂറുകൾ വേണ്ടല്ലോ, നിമിഷം കൊണ്ട് കേന്ദ്ര സർക്കാരിന് തന്നെ നടപടിയെടുക്കാം. അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടിങ് അറിയിച്ച പോരെ? എന്തിനാ ചോദ്യം ചെയ്തിട്ട് അങ്ങ് വിട്ടുകളഞ്ഞത്? 10 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ എന്തിനാ വിട്ടത്? രാജ്യസുരക്ഷയ്ക്ക് അപകടമാണ്, ഗൗരവതരമായ പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ മാത്രമേ ഈ സർവീസ് റൂളിന്റെ 3(1)A പ്രകാരം ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി പറ്റൂ. അതിന്റെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അങ്ങ് തരരുതായിരുന്നോ?
നിങ്ങൾ എന്തേ മടിച്ചു? എന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. ഒളിച്ചു കടന്ന സമയത്തൊന്നും ഇത് കണ്ടില്ലല്ലോ. ഞാൻ ഇടപെട്ടെ, അവരിലേക്ക് ഒരു തവണ ഞാൻ വരാം. സജീഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. നമുക്ക് അരമണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ടാണ് ശ്രീമതി ശാലിനെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് 10 മണിക്കൂർ 9.5 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടും ഈ പറയുന്ന കുറ്റമൊന്നും അദ്ദേഹത്തിൽ കണ്ടെത്താനാകാത്തതെന്നാണ്. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും കുഴപ്പം ഇദ്ദേഹം കാണിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടല്ല എന്ന് സജീഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് വസ്തുതാപരമായിട്ട് ശരിയുമാണ്. അതായത് സർവീസ് ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന സാങ്കേതികമായ സർവീസ് പരമായ ഒരു കാര്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ സസ്പെൻഷൻ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇതിനകം തന്നെയും കേന്ദ്ര ഏജൻസികൾ വേഗത്തിൽ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തി സർക്കാരിനോട് പറഞ്ഞാൽ ഉടനടി കാര്യങ്ങൾ നടപ്പാകുമായിരുന്നു എന്ന്. നോക്കൂ, ഇവിടെ ശ്രീ എം ശിവശങ്കർ കുറ്റവിമുക്തനായി എന്നോ അല്ലെങ്കിൽ ഇനി ഈ 9 മണിക്കൂറുടെ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചതുകൊണ്ട് അദ്ദേഹം കംപ്ലീറ്റ് അങ്ങ് രക്ഷപ്പെട്ടു പോയി എന്നോ നമുക്ക് വിശ്വസിക്കാൻ പാകത്തിനുള്ള സാഹചര്യമൊന്നും വന്നിട്ടില്ല. പിന്നെ NIA അന്വേഷിക്കുന്ന രീതിയും NIAയുടെ പ്രൊസീജിയറും NIAയുടെ റിപ്പോർട്ടുകളും ഒന്നും കേരള സർക്കാരിന് കൊടുക്കാനുള്ളതല്ല. അത് കൊടുക്കാൻ വേറെ മുതലാളിമാരുണ്ട്. അപ്പം ഇവിടെ നിങ്ങളുടെ മൂക്കിന് താഴെയുള്ള ചീഫ് സെക്രട്ടറി അന്വേഷിച്ചല്ലോ 3 ദിവസമായിട്ട്, എന്നിട്ടാണല്ലോ ഇന്നിപ്പം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സസ്പെൻഡ് ചെയ്തത്. ഇപ്പൊ ഈ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. എന്തേ അന്വേഷിച്ചില്ലെന്നതിന് ഈ സർവീസ് ചട്ടങ്ങൾ 1969 മുതലുള്ള സർവീസ് ചട്ടങ്ങൾ ഉണ്ടല്ലോ. ഈ 69 മുതലുള്ള സർവീസ് ചട്ടങ്ങളിൽ 7ാമത്തെ 3 clause 7 അതിൽ പറയുന്നുണ്ട്, not misuse his position. A civil servant shall not misuse his position as a civil servant and not take decisions in order to derive financial or material benefits for himself, his family or his friends. അപ്പൊ ഇവിടെ ഈ പറയുന്ന ബാഗേജ് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് പലവട്ടം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു ശ്രീ ശിവശങ്കർ എന്നുള്ളത് നേരത്തെ തന്നെ വന്ന ആരോപണമാണ്. എന്തേ അന്വേഷിച്ചില്ല? അത് അന്വേഷിക്കേണ്ടത് കേരള സർക്കാരാണ്. അത് സസ്പെൻഷൻ റൂൾസിൽ പറയുന്നുണ്ട്, ക്ലോസ് 3 തന്നെ. അവിടെ എനിക്കൊരു സംശയമുണ്ട് ശ്രീമതി ശാലിന, ശിവശങ്കർ ഈ കസ്റ്റംസിനെ വിളിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അത് കസ്റ്റംസ് സമ്മതിക്കുന്ന കാര്യമല്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം തന്നെയും, അതായത് ഈ ബാഗേജ് വന്ന് വീണപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ബാഗേജ് വിട്ടുകൊടുക്കണം എന്നൊരു വിളി ശിവശങ്കറിന്റെ ഭാഗത്തുണ്ടായി എന്നത് താങ്കൾ ഉത്തരവാദിത്തോടെ പറയുകയാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരത്തിലൊരു വിളി ഉണ്ടായി എന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തും ഉണ്ടായി എന്നുള്ളതും അത് ഇത്രയും ദിവസത്തിനകം വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ. അല്ല, അത് എനിക്ക് വ്യക്തതയില്ല. അത് കസ്റ്റംസിന്റെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അങ്ങനെ ഒരു വിളി ഉണ്ടായിട്ടില്ല എന്നാണ്. അതിനെ നിങ്ങൾ രാഷ്ട്രീയമായി എതിർക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ശിവശങ്കർ വിളിച്ചു എന്നിപ്പോൾ പറഞ്ഞു പോയത് ഒരു പിശകാണോ അല്ലെങ്കിൽ ഉത്തരവാദിത്തോടെ പറഞ്ഞതാണോ? എനിക്കത് അറിയില്ല. ആ ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയ സ്വാധീനം മനസ്സിലാക്കിയിട്ട് ഇന്ന് ആ അന്വേഷണ ടീമിൽ ആ ഉദ്യോഗസ്ഥൻ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതറിയാം. അത് രാഷ്ട്രീയമായിട്ട് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അന്ന് എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ആ ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുള്ള റൈറ്റ് ഒന്നും അന്ന് കസ്റ്റംസ് കമ്മീഷണർ കൊടുത്തിട്ടില്ല. അല്ല, ഒരു കാര്യം ഞാനൊന്ന് ഇടപെടുന്നത് ക്ഷമിക്കണം. ശ്രീമതി ശാലിന ഇവിടെ പറഞ്ഞു, അതായത് ഈ പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ വ്യക്തിപരമായിട്ടോ സൗഹൃദത്തിന് വേണ്ടിയിട്ടോ മിസ്യൂസ് ചെയ്യരുത് എന്ന സർവീസ് ചട്ടം അവിടെയുണ്ട്. ആ ചട്ടത്തിൽ അതായത് ഈ പറയുന്ന മിസ്യൂസ് കണ്ടെത്തിയതിനെ തുടർന്ന് ഔദ്യോഗികമായിട്ട് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് വന്നാൽ ആ നിമിഷം ആ ദിവസം തന്നെയും നടപടി ഉണ്ടായിരിക്കുന്നു. പിന്നീട് ഈ പറയുന്നത് ഇദ്ദേഹം കസ്റ്റംസിൽ നിന്ന് കള്ളക്കടത്തിന് വേണ്ടി വിളിച്ചു എന്നൊക്കെ പറയുന്നത് തെളിവില്ലാത്ത കാര്യങ്ങളാണ്, രാഷ്ട്രീയമായുള്ള ആക്ഷേപങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ ഇത് വെച്ച് നടപടി എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ നടക്കില്ല ശ്രീമതി ശാലിന, അങ്ങനെയല്ലേ? അതായത് നേരത്തെ തന്നെ ഈ കാര്യം അവരുടെ മുന്നിൽ ഇല്ല. നേരത്തെ തന്നെ നടപടി എടുക്കണമായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ സനീഷ, ഇന്നിപ്പം 3 കാരണങ്ങൾ കൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഡ് ചെയ്തത് അദ്ദേഹത്തിന് വഴിവിട്ട സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹം കണ്ടക്ട് റൂൾസിന്റെ ചട്ടങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ്. ഇത് ഈ പറയുന്ന സ്ത്രീയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു, ഇദ്ദേഹം ഈ പറയുന്ന സ്ത്രീയുമായിട്ട് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വന്ന അന്ന്, ഈ പറയുന്ന വിഷയം വന്ന അന്ന് അവിടുത്തെ ഇവര് താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ ആളുകളെ മൊഴി തന്നതാണല്ലോ. എന്തേ അന്വേഷിച്ചില്ല? എന്തേ ചീഫ് സെക്രട്ടറി അന്വേഷണം ഉണ്ടാക്കിയില്ല? എന്തിനാണ് 7 ദിവസത്തേക്കും ഇത്രയും ദിവസത്തേക്ക് കാത്തുനിന്നത്? അപ്പൊ അത് തന്നെയാണ് സംശയം ഉണ്ടാക്കുന്നത്. മുഖ്യമന്ത്രി ഈ പറയുന്ന എം ശിവശങ്കർ എന്ന് പറയുന്ന തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനുള്ള എല്ലാ മാർഗങ്ങളും തേടി എന്നുള്ളതാണ്. അതിനുശേഷം ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു അന്വേഷണം ഉത്തരവിട്ടിട്ട് ഇപ്പം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇന്നിപ്പം അന്വേഷണ ഉത്തരവിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ ഇതിന് മുൻപ് തന്നെ അറിഞ്ഞ കാര്യങ്ങളാണ്. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കൈ കഴുകാൻ സാധിക്കില്ല. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സജീഷ്, അതിനുള്ള മറുപടി എന്താണ്? അല്ല, ശാലീന BJPയുടെ നേതാക്കന്മാർ പറയുന്ന കാര്യം ആവർത്തിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ കെ സുരേന്ദ്രൻ
അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമുക്കറിയാലോ, കോൾ ലിസ്റ്റ് ഒക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ച് ഈ ബാഗേജ് വിട്ടുകൊടുക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കസ്റ്റംസിന്റെ ആണല്ലോ ഈ ബാഗേജ് പിടിക്കുന്നതോടുകൂടിയാണല്ലോ ഈ കേസ് വരുന്നത്. കസ്റ്റംസോ NIA അന്വേഷിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിലൊന്നും കേരള സർക്കാരിന് യാതൊരു പങ്കുമില്ല, അന്വേഷിക്കാനായിട്ട് കഴിയുകയില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോപണം വന്ന സമയത്ത് തന്നെ 18-19 മണിക്കൂറിനുള്ളിൽ ആ ചുമതലകളിൽ മുഴുവൻ മാറ്റി. പിന്നെ നിങ്ങൾ തന്നെ ഇപ്പം മോദിയുടെ കാലത്ത് ഉണ്ടാക്കി വെച്ച ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അതിന് ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അന്വേഷിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിനെതിരായി നടപടി സ്വീകരിക്കുന്നു. ഇനി അവിടെ നിൽക്കട്ടെ ശ്രീ OM ശാലീന, നിങ്ങൾ വിളിച്ചതിനെ പറ്റി കൃത്യമായി പറയുന്നുണ്ടല്ലോ. അതായത് ഈ സ്വപ്ന ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു, സ്വപ്ന കേസിലേക്ക് വരുന്നു. ആ സാഹചര്യം ഉണ്ടായപ്പോ സ്വപ്നയുടെ ഫോൺ ഓഫാകുന്നതിന് മുമ്പ്, ഓഫായി എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിന്റെ ഏറ്റവും തൊട്ടു മുമ്പ് അവസാനമായി വിളിച്ചത് നിങ്ങളുടെ ചാനലായിട്ടുള്ള ജനൻ TVയുടെ ചീഫ് എഡിറ്ററാണ്. എന്തിനാണ് അനിൽ നമ്പ്യാർ വിളിച്ചത്? അനിൽ നമ്പ്യാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ഞാൻ ഇങ്ങനെ ബാഗേജ് അവിടെ ഒരു കാര്യം വന്നു എന്ന് അറിഞ്ഞപ്പോ കോൺസുലേറ്റിലെ ആളാണെന്ന് കരുതി വിളിച്ചതാണ് എന്ന്. അങ്ങോട്ടല്ല വിളിച്ചത്, കോൾ ലിസ്റ്റ് പരിശോധിച്ചാൽ മതി. ഇങ്ങോട്ടാണ് ആദ്യത്തെ കോള് വരുന്നത്, 4 മിനിറ്റുള്ള കോള്. അതായത് രക്ഷപ്പെടാൻ എന്ത് മാർഗം എന്ന് ചോദിച്ച് വിളിക്കുന്നത് ആദ്യം ആരെയാ? നിങ്ങളുടെ ജനം TVയുടെ എഡിറ്ററെയാണ് വിളിക്കുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചും വിളിക്കുന്നു. തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാറ്റം അറിയുമോ? കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ വിളിച്ചിട്ട് പത്രസമ്മേളനം വിളിച്ച് പിന്നെ പറയുകയാണ് എന്ത്, ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന്. ആരെ രക്ഷിക്കാനായിരുന്നു? ആരെ രക്ഷിക്കാനാണ്? ആരക്ഷിക്കാൻ അങ്ങനെ പറഞ്ഞത്? അതിന് മറുപടി പറയണ്ടേ നിങ്ങൾ? വിളിയൊക്കെ പരിശോധിക്കുമ്പോൾ നിങ്ങളെ വിളി നല്ല കനപ്പെട്ട വിളിയാണ്. എന്നിട്ടാണ് ഡിപ്ലോമാറ്റിക് സുരക്ഷിതത്വമുള്ള ഈ ബാഗേജ് അല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി കൊടുക്കുന്നു. പിന്നെ NIAയും എല്ലാ കസ്റ്റംസും എല്ലാം കോടതിയിൽ പറഞ്ഞ റിപ്പോർട്ടിലടക്കം ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണെന്ന് പറയുന്നു. ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം ഈ പാർസൽ തന്നെ വന്ന ബാഗേജ് തന്നെ വന്ന അറ്റാഷെ ഇപ്പോ ഒളിച്ചു പോയിരിക്കുന്നു. ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? നിങ്ങളിങ്ങനെ പുകമറ സംരക്ഷിച്ച് ആളുകളെ രക്ഷിച്ചു കളയാമെന്ന് കരുതണ്ട. ഈ നാട്ടിലെ ആളുകൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ സജീഷ് താങ്കളിലേക്ക്. ശ്രീമതി ശാലീന, ഇവിടെ ഈ അറ്റാഷയുടെ പോക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നമുക്കാർക്കും തടയാനാവുകയില്ല, സാങ്കേതികമായിട്ട് കേന്ദ്ര സർക്കാരിനടക്കം തടയാനാവുകയില്ല, അദ്ദേഹത്തിന് ആ പരിരക്ഷയുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അതാണ് അതിന്റെ വസ്തുത. പക്ഷെ അപ്പോഴും സാങ്കേതികമായിട്ട് ചില തടസ്സങ്ങളുണ്ടല്ലോ, നടപടിക്രമങ്ങളുണ്ടല്ലോ. അറ്റാഷയെ തടയാൻ പറ്റില്ല എന്നതുപോലെ തന്നെ അറ്റാഷയെ ചോദ്യം ചെയ്യാൻ ഇതുമായി ബന്ധപ്പെട്ടൊന്നും സാധിക്കുന്നത് എളുപ്പമല്ല എന്ന സംഗതി ഉള്ളതുപോലെ ചില സാങ്കേതികമായ നടപടിക്രമങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. കേരള സർക്കാരിന് അത് ഒരു ചീഫ് സെക്രട്ടറിയുടെ തലത്തിലുള്ള ഒരു അന്വേഷണം നടത്തി ആ റിപ്പോർട്ടിംഗ് കിട്ടിയാൽ മാത്രമേ ഇദ്ദേഹത്തെ പുറത്താക്കാനും മറ്റുമൊക്കെ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങളെ രാഷ്ട്രീയമായിട്ട് ദുരാക്ഷേപം ഉന്നയിക്കുന്നത് ശരിയായ കാര്യമാകുമോ? ഈ അറ്റാഷയുടെ പോക്കുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് കൂടെ മറുപടി. താങ്കൾ അവസാനിപ്പിച്ച ചോദ്യത്തിന് ഞാൻ പറയാം, അത് സാധിക്കും. ഞങ്ങൾക്കത് ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കുന്നത് ഈ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള കാലതാമസമാണ്. കാരണം ഈ ശിവശങ്കറെ മാറ്റി നിർത്തിയത് പിറ്റേ ദിവസം തന്നെയാണ്. ഇപ്പൊ 19 മണിക്കൂറിനൊക്കെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞു. ആ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണം അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കാമായിരുന്നു. അത് ചെയ്തില്ല. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ ആക്ഷേപങ്ങൾക്ക് ശക്തി വരുന്നത്. ഇനി അറ്റാഷയുടെ പോക്ക്, അറ്റാഷ ഒളിച്ചു കടന്നു എന്നാണ് ഇപ്പൊ സജീഷ് പറയുന്നത്. അറ്റാഷയ്ക്ക് അങ്ങനെ ഒളിച്ചു കളയേണ്ട സാഹചര്യം ഒന്നുമില്ല സജീഷ്. ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് നമ്മളും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ രാജ്യത്തും അല്ലെങ്കിൽ ഇവിടെ വിയന്ന കൺവെൻഷനൊക്കെ പ്രകാരമുള്ള നിയമങ്ങൾ അനുസരിച്ച് അറ്റാഷയ്ക്കുള്ള ആ നയതന്ത്ര പരിരക്ഷ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് സുഖമായിട്ട് UAE പോകാം. UAE സർക്കാരിന് അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കാം. അപ്പം ഇതൊക്കെ വളരെ വിശദമായിട്ട് മറ്റു നയതന്ത്ര മേഖലയിൽ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ മറ്റു ചാനലുകൾ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ട് താങ്കൾക്കത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യം ഇനി അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഒക്കെ വരികയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്ക് UAE സർക്കാരുമായിട്ടുള്ള നമ്മളുടെ നയതന്ത്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ അവിടെ പോയിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിട്ടുതരണമെന്ന് അപേക്ഷിക്കാനൊക്കെ സാധിക്കാവുന്ന തരത്തിലുള്ള നയതന്ത്ര ബന്ധം തന്നെയാണ് ഒരു സൗഹൃദ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണല്ലോ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്നല്ല ഈ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പറയുന്ന ബാഗേജ് വന്നത്, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ബാഗേജ് തുറന്നത്. ഇതൊരു ഡിപ്ലോമാറ്റിക് ഈ വഴി ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ അത് അദ്ദേഹത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന മുൻവിധിയിൽ നിന്ന് അതിനെ കണ്ടാൽ പോലും അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ടയാളാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അന്വേഷണം നടത്തി ഈ ശിവശങ്കറിനെതിരെ പെട്ടെന്ന് നടപടി സ്വീകരിക്കാത്തത് എന്നതുപോലെ ഒരു ചോദ്യം
കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളോടും ചോദിക്കാം. എന്തുകൊണ്ടാണ് അറ്റാഷെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ വേണ്ട കാര്യങ്ങൾ ചോദിച്ചില്ല എന്നതും മുന്നോട്ട് വെക്കാവുന്ന ചോദ്യമാണ്. അതിന് സാങ്കേതികമായ പിഴവുകൾ ഉണ്ടാകും രണ്ടിനും. പക്ഷേ ഈ പറയുന്ന ചോദ്യത്തിന് എന്ത് മറുപടിയായിരിക്കും നൽകുക? അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയേണ്ടതായിരുന്നു. അതിലൊരു വിഷയം അങ്ങനെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയേണ്ടതാണ്. അന്വേഷണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഇതിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ NIA-ക്ക് സാധിക്കും. അവരത് അന്വേഷിക്കുന്നുമുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താനുള്ള സാഹചര്യം ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അദ്ദേഹത്തെ UAE സർക്കാർ തിരിച്ചു വിളിച്ചാൽ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവിടെ തടഞ്ഞു വെക്കാനോ നമ്മുടെ രാജ്യത്തിന് സാധിക്കില്ല. അത് നമ്മുടെ രാജ്യവും ആ അയൽ രാജ്യവും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റൊന്ന്, നമ്മുടെ രാജ്യവും UAE സർക്കാരും തമ്മിലുള്ള 2018 കൗണ്ടർ ടെററിസം എഗ്രിമെന്റ് പ്രകാരം ഈ പറയുന്ന കള്ളക്കടത്ത് സ്വർണം ഇവിടെ ടെററിസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തൽ വരികയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ നടപടികളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അത്തരത്തിൽ കാരണം ഈ ഒരു കേസ് NIA അന്വേഷിക്കാൻ തുടങ്ങിയത് തന്നെ ഇതിലൊരു തീവ്രവാദ ബന്ധമുണ്ട്, തീവ്രവാദ പ്രവർത്തനത്തിനായിട്ട് ഈ സ്വർണത്തിന്റെ കൺസിഡറേഷൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിലേക്കോ പോകുന്നതിന് മുമ്പ് അറ്റാഷയെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. ഇനി മറ്റൊന്ന്, ശ്രീ മുരളീധരന്റെ എക്സ്പ്ലനേഷൻ ബാഗേജിനെ കുറിച്ചുള്ളത്, അതാണല്ലോ ഇപ്പൊ സജീഷ് പറയുന്ന ഒരു കാര്യം. അത് വളരെ വ്യക്തമാണ് ശ്രീ സജീഷ്. ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന വ്യാജേന വന്നതാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്തായിരുന്നു ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ്, എന്താണ് പരിരക്ഷയുള്ള ബാഗേജ് എന്ന് പറയുന്നു. ആ UAE സർക്കാരിൽ നിന്നും ഇവിടുത്തെ കോൺസുലേറ്റിലേക്ക് നേരിട്ട് അയക്കുന്നതിന് മാത്രമേ പരിരക്ഷയുള്ളൂ. അല്ലാതെ അവിടെ നിന്നും ഒരു വ്യക്തി ഇവിടെയുള്ള അറ്റാഷയ്ക്ക് അയക്കുന്ന ഒരു പാർസലിന് ആ പരിരക്ഷയില്ല. അതുകൊണ്ട് അതിനെ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു മന്ത്രി വി മുരളീധരന്റെ ചോദ്യം ആ ഭാഗത്ത് ആവർത്തിച്ച് വരുന്നുണ്ട്. അത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്യും. ശ്രീ സജീഷ്, ഇവിടെ ആ ആക്ഷേപം ഉന്നയിക്കാവുന്നതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണ്ട രീതിയിൽ പോകുന്നുണ്ടോ, വി മുരളീധരൻ രാഷ്ട്രീയമായിട്ട് ഇടപെടുന്നില്ലേ എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കാവുന്നതാണ്. അത് കുറേയൊക്കെ ശരിയാണല്ലോ എന്ന് നാട്ടുകാരിൽ ഒരു വിഭാഗത്തിനെങ്കിലും തോന്നും. പക്ഷേ ശ്രീ സജീഷ്, അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമ്മൾ ചോദിച്ചതുപോലെ ഈ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് വലിയ കുഴപ്പങ്ങളിൽ ചെന്നുപെടുന്ന, വലിയ കുഴപ്പം പിടിച്ച നിയമനങ്ങൾ നടത്തുന്ന, ഈ അരുൺ ബാലചന്ദ്രൻ്റെയൊക്കെ വിവരങ്ങൾ വന്നല്ലോ, വലിയ കുഴപ്പം പിടിച്ച നിയമനങ്ങളൊക്കെ നടത്തുന്ന ഒരാളെ നേരത്തെ മുൻകൂട്ടി കണ്ടെത്താനായിട്ടില്ല എന്നത് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള കുഴപ്പം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സ്ഥാപനപരമായിട്ടുള്ള വീഴ്ച, ഇതൊക്കെ തന്നെയല്ലേ? ആ കാര്യം സ്വാഭാവികമായിട്ട് നാട്ടുകാരോട് സമ്മതിച്ചു കൊടുക്കണ്ടേ? എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത്? സനീഷ, ഒരു നിമിഷം അത് നിൽക്കട്ടെ. കാരണം എന്താ അറിയോ, ഈ സ്വർണം കടത്തിക്കൊണ്ടുവന്നത് UAE നിന്നാണ്. UAE കോൺസുലേറ്റ് വഴിയാണ് വന്നത്, എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ നിന്നാണ് ഇത് പിടിക്കുന്നത്. അതിലൊക്കെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർ, കസ്റ്റംസ്, കോൺസുലേറ്റ്, അതുപോലെയുള്ള സംവിധാനങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസൊന്നുമല്ല. ഇത് വഴിതിരിച്ചുവിടാൻ പല ശ്രമവും നടത്തും. ആ ശ്രമം അവിടെ നിൽക്കട്ടെ, അത് പിന്നെ പറയാം. ഒരു കാര്യം എന്താണ്, ഇവരുടെ ഫോൺ ഓഫാകുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് വിളിച്ച ആളെ പറ്റി, അനിൽ നമ്പ്യാറെ പറ്റി ഒരക്ഷരം ശാരീരം മിണ്ടാൻ വേണ്ടി പറ്റില്ല. മനസ്സിലായോ? അതിനുശേഷമാണ് ഇവർ കർണാടകത്തിലേക്ക് പോകുന്നത്. കർണാടക അതിർത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര, തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ വേണ്ടി പറ്റുന്ന അന്യ സംസ്ഥാനം ഏതാ? ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മിണ്ടാതിരുന്നത്. ശ്രീമതി ശാലീന, പക്ഷെ ഒരു പ്രശ്നമുള്ളത്, അദ്ദേഹം നിങ്ങളുടെ സംഘടനയുടെ സ്ഥാപനത്തിന്റെ, ഞാൻ പറയട്ടെ, അവിടെ നിക്ക്. നിങ്ങൾ അത് തടസ്സപ്പെടുത്തല്ലേ? ദയവ് ചെയ്ത് തടസ്സപ്പെടുത്തരുത്. രണ്ടുപേരും തടസ്സപ്പെടുത്തരുത്. എനിക്കത് പൂർത്തീകരിക്കണം. അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഇടയ്ക്ക് ഇടപെട്ടാലുള്ളതാണ്, കൃത്യമായി പറയുന്നതിൽ പ്രയാസം ഉണ്ടാവും. അതായത് വിളിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോൺ ഓഫാക്കി, ആവശ്യമായ സൗകര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പോസ്റ്റ് പോലും കോൺട്രാഡിക്ടറി ആണ്. ഞാനാ വിളിച്ചത് എന്നാണ് പറഞ്ഞത്. കാര്യം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ആരെ? കോൺസുലേറ്റിലെ കാര്യം അന്വേഷിക്കാൻ ഇവരെ തന്നെയാണ് വിളിക്കേണ്ടതെന്ന് ജനൻ TVയുടെ ചീഫ് എഡിറ്റർക്ക് നല്ല ധാരണയാണ്. അതുകൊണ്ട് സ്വപ്നയെ വിളിച്ചു എന്നാ പറഞ്ഞത്. പക്ഷെ നോക്കുമ്പോൾ കോളർ ലിസ്റ്റ് നോക്കുമ്പോൾ ആദ്യം സ്വപ്ന ഇങ്ങോട്ടാണ് വിളിച്ചത്. 4 മിനിറ്റ് സംസാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒരുക്കി. അപ്പൊ ഫോണ് സ്വപ്ന ഓഫാക്കി. എന്നിട്ട് പോയതോ പോവാം. അല്ല, നിക്കൂ സനീഷെ, ഒരു കാര്യം ശ്രീ സനീഷ്, ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ചേർന്നുള്ള ചോദ്യങ്ങൾ, അത് കേട്ടിട്ട് എനിക്ക് മറുപടി തരൂ. നിങ്ങൾ ഇങ്ങനെ അദ്ദേഹം കർണാടകത്തിന്റെ അതിർത്തിയിൽ
കർണാടകത്തിന്റെ അതിർത്തിയിൽ 10 പേർ മരിച്ചു വീണിട്ടുണ്ട്. എന്നിട്ടാണ് കണ്ടെയ്ൻമെന്റ് സോൺ 100 വരെയുള്ള ബാംഗ്ലൂരിലേക്ക് എത്തിയത്. ബാംഗ്ലൂരിലേക്ക് ഒരാൾ എത്തിയാൽ അവിടെ 14 ദിവസം ക്വാറന്റൈൻ കഴിയണം. സ്ട്രിക്റ്റ് ക്വാറന്റൈൻ ആണ്. എന്തേ ഒരു പോലീസും ആരും കണ്ടില്ലല്ലോ. അങ്ങോട്ട് പോയി കർണാടകത്തിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ ആദ്യത്തെ കസ്റ്റംസിലേക്ക് വിളിച്ച ആദ്യത്തെ ആള് ഒക്കെ പരിശോധിച്ചാൽ അറിയാം. ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരം വാളയാർ വരെയുള്ള കേരളത്തിന്റെ അതിർത്തിയിൽ കൂടി ഈ പറയുന്ന സ്ത്രീയും ശ്രീജിത്ത് നായരും യാത്ര ചെയ്യുമ്പോൾ എവിടെ ഉറങ്ങിക്കിടക്കായിരുന്നു ഇവിടുത്തെ പോലീസ്? ഒറ്റക്കാര്യമല്ല ശ്രീമതി ശാലീന പറയുന്നത്, ഒറ്റക്കാര്യമല്ല അദ്ദേഹം പറയുന്നത്. അതായത് ഒന്ന് ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന കാര്യത്തിൽ വി മുരളീധരന്റെ ഒരു മാറ്റം, രണ്ട് ഈ പറഞ്ഞ ഫോൺ വിളി, മൂന്ന് ഈ പോയ സംസ്ഥാനത്ത് നിന്നാണ് പാസ് കിട്ടേണ്ടത്, അത് കിട്ടുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ചേർത്താണ് അദ്ദേഹം പറയുന്നത്. പാസും കൊടുത്തു, സംവിധാനം ഒരുക്കി, എല്ലാം ചെയ്തു കൊടുത്തു. പോരാത്തതിന് അത് വിളിച്ചു പറയുകയും ചെയ്തു. എന്നിട്ട് ആരെയാണ് നിങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളൊക്കെ പൊട്ടന്മാരാണോ? നമുക്കിത് അവസാനിപ്പിക്കണം. ശ്രീ സജീഷ് അദ്ദേഹം അവർ പറയട്ടെ. ആരെയാണ് ഈ പറ്റിക്കുന്നത്? ഈ കേരളത്തിലുള്ള എല്ലാ മറുപടി പറയേ. എന്തിനാണ് വിളിച്ചത്? നിങ്ങളുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ഒരൊറ്റ പോലീസുകാരനും അങ്ങോട്ട് പോകാൻ പാസൊന്നും വേണ്ട. അത് നിങ്ങളുടെ കേന്ദ്ര സർക്കാരാണ് തീരുമാനിച്ചത്. കഴിഞ്ഞ 29-ാം തീയതി തീരുമാനിച്ചതാണ്. സംസ്ഥാനത്ത് പോകാൻ ഒരു പാസും വേണ്ട. സംസ്ഥാനത്തിലേക്ക് കടക്കാൻ പാസ് വേണം. സംസ്ഥാനത്തേക്ക് കടക്കാൻ പാസ് വേണം. സംസ്ഥാനം വിട്ടുപോകാൻ പാസ് വേണ്ട. തീരുമാനിച്ചത് കേന്ദ്ര സർക്കാർ. ആരെ വേണമെങ്കിലും വിളിക്കാം, അദ്ദേഹത്തിന് പ്രതികളായിട്ടുള്ള ആളുകളെ വിളിക്കാം, അതൊക്കെ അതിൽ കാര്യമില്ല. ശ്രീ സജീഷ് ആർക്കും വിളിക്കാം, എനിക്കും വിളിക്കാം. ഒരു വാർത്ത വന്ന് വീണാൽ അതിന്റെ വസ്തുത അറിയാൻ വിളിക്കാവുന്ന നോക്കിയുള്ളൂ ശ്രീ സജീഷ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലല്ല, അത് വിളിക്കാം ശ്രീ സജീഷ്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ വസ്തുത എന്നറിയാൻ ഈ ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ഫോണിൽ വിളിക്കാം. ഇനിയിപ്പോൾ പ്രതിയാണെന്ന് അറിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് വിളിക്കാം. അത് മാത്രമായിട്ടൊരു കുറ്റമാവില്ല. വേണമെങ്കിൽ താങ്കൾ കൂടി ഒന്ന് സഹായിച്ചു കൊടുത്തോളൂ. ശ്രീ സജീഷ് അങ്ങനെ പറയരുത്, അങ്ങനെയല്ല. എനിക്ക് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പോലീസുകാരന് പോലും ആ കാറിനൊന്ന് കൈ കാണിക്കാൻ. ശരി ശരി, നമുക്ക് അവസാനിപ്പിക്കാം. ശിവൻ ശാലിൻ, ആ ചോദ്യം അവിടെ ബാക്കിയാണ് കേട്ടോ, ആ ചോദ്യം അവിടെ ബാക്കിയാണ്. അതായത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന BJP സഹായിച്ചോ എന്ന ചോദ്യം അവിടെ നിൽക്കും. പക്ഷെ അതേസമയം ശ്രീ സജീഷ് മറ്റേ ചോദ്യം അവിടെ നിൽക്കും. എന്തുകൊണ്ടാണ് ഇത്ര വലിയ കുഴപ്പമുണ്ടാക്കിയ, ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ പ്രേരിതനായിട്ടുള്ള ഈ ആളെ, ഇത്ര വലിയ കുഴപ്പമുണ്ടാക്കുന്ന ഒരാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്ന ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടുപേർക്കും എതിരായുള്ള ചോദ്യം അവിടെയുണ്ട്. വളരെ നന്ദി ശ്രീ SK സജീഷ്, ശ്രീമതി OM ശാലീന. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്, എന്നോട് ക്ഷമിക്കണം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.